ഞാനെപ്പോഴും മുട്ട റോസ്റ്റ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കൽ. നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാൻ വലിയ 2 സവാള ഇതുപോലെ നീളത്തിൽ ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിലേക്ക് ടോട്ടലായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കട്ടെ. ചെറിയ രീതിയിൽ ബ്രൗൺ കളർ, ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവണ്ട, ചെറിയ രീതിയിലൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി 1.5 ടീസ്പൂണാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ മസാല കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചിക്കൻ മസാല കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. അതൊരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു വലിയ തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരട്ടെ. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. എന്നാൽ തക്കാളിയൊക്കെ പെട്ടെന്ന് സോഫ്റ്റായിട്ട് വന്നോളും. അതിനുശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 കപ്പ് തണുത്ത വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇങ്ങനെ നോർമൽ വാട്ടറൊന്നും ഒഴിച്ചു കൊടുക്കും, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കും. നമ്മൾ കുക്ക് ചെയ്തിരിക്കുന്ന സംഭവത്തിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ആ പുഴുങ്ങിയ മുട്ട ഈ ഒരു മസാലയിൽ ഈ ഒരു ചെറിയ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ കിടന്നിട്ട് കുറച്ച് ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ബോയിലായി കിട്ടണം. എന്നാലും ഉള്ളിലേക്കൊക്കെ ആ ഒരു മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഞാൻ വറ്റിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൽ കിടന്ന് തിളക്കുന്ന സമയത്ത് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളമൊക്കെ അത് പെട്ടെന്ന് വറ്റി കിട്ടുകയും ചെയ്യും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ ആ ഒരു പരുവമായിട്ടുണ്ട്. ഈ രീതിയിലാണ് കേട്ടോ ഞാൻ എപ്പോഴും മുട്ട റോസ്റ്റ് ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ചേർക്കുന്നില്ല. മല്ലിയില ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ മുട്ട റോസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ട്, ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.